ഇന്നത്തെ വീഡിയോ 35ാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിന്റെ വളർച്ച, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. 35ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് 8ാമത്തെ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലാണ് നിങ്ങളുള്ളത്. ഇനി 5 ആഴ്ച കൂടിയുള്ളൂ കടന്നു പോകാൻ. ഈ ഒരു വീക്കിൽ കൂടുതലായിട്ടും കാണുന്ന ഒരു പ്രോബ്ലമാണ് ഗർഭിണികളിൽ കാലിൽ നീര് വരുന്നതും കാലുവേദനയൊക്കെ. കുഞ്ഞിന്റെ സൈസും യൂട്രസിന്റെ പ്രഷറും തടസ്സപ്പെടുന്നത് കൊണ്ടാണ് കാലുവേദനയൊക്കെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഗർഭിണിക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ശ്വാസതടസ്സം. യൂട്രസിന്റെ പ്രഷർ ലെൻസിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഗർഭിണിയുടെ വയറിന്റെ സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ ഗർഭിണിക്ക് ഇരിക്കുന്നതിലും നടക്കുന്നതിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഉറക്കക്കുറവും അനുഭവപ്പെടാം. അതുപോലെ യൂട്രസിലേക്കുള്ള പ്രഷർ ബ്ലാഡറിലേക്ക് വരുന്നത് കാരണം മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ക്ഷീണം, തളർച്ച, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന, നെഞ്ചെരിച്ചില്, ഗ്യാസിന്റെ പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ ഇവയൊക്കെ കോമൺ ആയിട്ട് ഗർഭിണികളിൽ കാണുന്ന ബുദ്ധിമുട്ടുകളാണ്. നടുവേദന, ഇടുപ്പുവേദന ഇവയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു വീക്കിൽ അനുഭവപ്പെടുന്നതാണ്. കുഞ്ഞിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് തന്നെ കുഞ്ഞിന്റെ വയറിനകത്തുള്ള സ്പേസ് കുറയുകയും കുഞ്ഞ് തിരിയുന്നത് കുറഞ്ഞിട്ട് കൂടുതലും ചവിട്ടലും കുത്തലും ഒക്കെ ആയിരിക്കും ലഭിക്കുക. ഈ ഒരു സമയത്ത് വയറിന്റെ ഭാഗത്ത് കൈവച്ച് നോക്കിയാൽ കുഞ്ഞിന്റെ കൈയാണോ കാലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫാൾസ് ലേബർ പെയിൻ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അതുപോലെ തന്നെ പുറം വേദനയും അടിവയർ വേദനയും വെജൈനയുടെ ഭാഗത്തുള്ള വേദന, വെജൈനയുടെ ഭാഗത്തുണ്ടാകുന്ന പ്രഷറൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതാണ്. വേദനയില്ലാത്ത കൺട്രാക്ഷൻസ് ഇടയ്ക്കിടെ ഉണ്ടാവുന്നതാണ്. വയറ് വലുതാകുന്നത് കൊണ്ട് തന്നെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ കൂടുതലായിട്ട് ഗർഭിണികളിൽ ഈ സമയത്ത് കാണാറുണ്ട്. അതുപോലെ പൊക്കിൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവും. പൊക്കിളിന് ചുറ്റും ചെറുതായിട്ട് ഡാർക്ക് കളറൊക്കെ കാണപ്പെടുന്നതാണ്. അതുപോലെ ചൊറിച്ചിലും വയറിന്റെ നടുവിലൂടെയുള്ള ലൈനായിട്ടുള്ള ലീനിയർ നയകനെ കുറച്ച് വ്യക്തമായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ കഴുത്തിന് ചുറ്റും ഡാർക്ക് കളറായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ മുഖത്ത് കുറച്ചുകൂടി നീര് വെച്ചതുപോലെ കാണുന്നതാണ്. ഇനി 35ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ വളർച്ച നോക്കാം. കുഞ്ഞിന്റെ ശരീരം മുഴുവനായിട്ടും ഈ ഒരു സമയത്ത് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. കുഞ്ഞിന്റെ തൂക്കം നല്ലപോലെ തന്നെ കൂടിയിട്ടുണ്ടാവും. കുഞ്ഞിന്റെ സ്കിന്നിനിടയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്നുണ്ട്. കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന്റെ കിഡ്നി ഫുൾ ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ വയറിനകത്തുള്ള സ്പേസും കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവലും ഈ ഒരു സമയത്ത് കുറയുന്നതാണ്. കുഞ്ഞ് പാല് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പരിശീലിക്കുന്നുണ്ട്. ഈ ഒരു വീക്കിൽ കുഞ്ഞിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.4 കിലോഗ്രാമും കുഞ്ഞിന്റെ നീളം എന്ന് പറയുന്നത് 46 സെന്റിമീറ്ററും ആയിരിക്കും. ഇനി ഈ ഒരു വീക്കിൽ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രീനാറ്റൽ വൈറ്റമിൻസ് എടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ അയൺ, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കുക. ഒരുപാട് നേരം നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ അവോയ്ഡ് ചെയ്യുക. കാലിൽ നീരുള്ളവരൊക്കെ കാല് ഉയർത്തി വെച്ചിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അസ്വാഭാവികമായിട്ടുള്ള വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക. റെസ്റ്റും കാര്യങ്ങളും ഇല്ലാത്തവരാണെങ്കിൽ മൈൽഡായിട്ടുള്ള എക്സസൈസ് ഒക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാം. അതുപോലെ ദൂരയാത്രകൾ ഒഴിവാക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.